ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് തിരുവോണത്തിൻ്റെ അന്ന് പോയിട്ടുള്ള കുറേ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോസിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അമ്മാടം കൊടുന്നൂർ ഭാഗത്താണ് ഈ വീട്. വീടിൻ്റെ ഒരു സൈഡ് മുഴുവൻ അച്ഛൻ വാഴയും കപ്പയൊക്കെ വെച്ചിട്ട് കൃഷിയാണ്. അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഇത് ഞങ്ങളുടെ വീട്ടിൽ കുറേ കാലമായിട്ടുള്ള ഉണ്ണിക്കണ്ണനാണ്. അപ്പോൾ റീപെയിൻ്റൊക്കെ ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പോൾ. പിന്നെ കുറേ ഫോട്ടോസ് ഉണ്ട് ഇവിടെ. അനിയത്തി, ഹസ്ബൻഡ്, അവരുടെ കുട്ടികൾ, അതുപോലെ അനിയനുണ്ട്, അവരുടെ ഫാമിലി, അങ്ങനെ കുറേ ഫോട്ടോസ് ഉണ്ട്. അനിയൻ എക്സ് ആർമിയാണ്, ഇപ്പോൾ ഹൈദരാബാദിലാണ് ഫാമിലിയായിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തു. പിന്നെ അനിയൻ്റെ ക്യാപ്പൊക്കെ വെച്ചിട്ട് ശശിവേട്ടൻ്റെ കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ അവന് കിട്ടിയ കുറേ റിവാർഡ്സ്, ആർമിയിലുണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന കുറേ ഫോട്ടോസ് അതൊക്കെ എടുത്തു. പിന്നെ അച്ഛനും അമ്മയായിട്ട് കുറേ നേരം സംസാരിച്ചു, കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ അച്ഛനും അമ്മയുടെയും കൂടെ ഇരുന്ന് കുറേ ഫോട്ടോസ് എടുത്തു. കാരണം നമ്മൾ തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വല്ലപ്പോഴൊക്കെയാണ് വരുന്നുള്ളൂ. അപ്പോൾ ഫോട്ടോസ് എപ്പോഴും എടുക്കാറുണ്ട്. അച്ഛൻ വെച്ച ഒരു വാഴ കുലച്ച് നിൽക്കുന്നുണ്ട്, അപ്പോൾ ഞാനതൊക്കെ ഷൂട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് തിരിച്ചു പോയി. ഇത് ശരിക്കും ഒരു റോട്ടിൽ നിന്ന് ഇങ്ങനെ വല്ലാതെ ഇറക്കത്തിലാണ് ഈ വീട്. അപ്പോൾ തിരിച്ച് കയറുമ്പോൾ വല്ലാത്തൊരു കയറ്റമാണത്. വെള്ളത്തിൻ്റെ കുപ്പിയൊക്കെ കൈ പിടിച്ചിട്ടാണ് ശശിവേട്ടൻ കയറി പോണത്. കുറച്ച് കഴിയുമ്പോൾ നിൽക്കും, പിന്നെയും കയറും. അങ്ങനെ മുകളിലെത്തി. ഏകദേശം രണ്ട് സൈഡും ജാതിമരമാണ് ഇവിടെ. ജാതിക്കത്തോട്ടം, പിന്നെ വാഴ, നിറയെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണിത്. ടൗൺ ഏരിയ അല്ല, സാധാരണ ആളുകൾ ജീവിക്കുന്ന വളരെ സുന്ദരമായിട്ടുള്ളൊരു സ്ഥലം. അങ്ങനെ ഏകദേശം മുകളിലെത്താറായി. പകുതിക്ക് വെച്ച് നിൽക്കുകയാണ്, പിന്നെയും കയറുക, അങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ. ഭയങ്കര കയറ്റമാണ്. വെട്ടുകല്ലുകൾ കൊണ്ടുള്ള ഒരു വഴി. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തലകുത്തി വീഴും. അങ്ങനത്തെ ഒരു വഴിയാണിത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം മുകളിലെത്തി. ഇതാ റോട്ടിലെത്തി. ഇനി ഞങ്ങൾ നേരെ പോണത് ശശിവേട്ടൻ്റെ അനിയത്തിയുടെ വീട്ടിലേക്കാണ്. തൊട്ടടുത്ത് തന്നെയാണ്, തൊട്ടപ്പുറത്തെ റോഡാണ്. അങ്ങനെ അവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് പോകണം എന്ന് വിചാരിച്ചിട്ട് ഇതാണ് അനിയത്തിയുടെ വീട്. ഇവിടെ അവരുടെ ഹസ്ബൻഡ് സൗദിയിലാണ്, അവരും 2 കുട്ടികളുമാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ വീടിനകത്തേക്ക് കയറി. 2 കുട്ടികൾ, അനുപമ, അജയ് ദേവ്, 2 മക്കളാണ്. അങ്ങനെ മാമൻ മക്കളെ കണ്ട സന്തോഷമാണ് കാണിക്കുന്നത്. വർഷത്തിൽ 1-2 തവണയോ സംഭവിക്കുന്ന ഒരു കാര്യമാണത്. പലപ്പോഴൊക്കെ വരവും പോക്കൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഒരു ഉള്ളിലെ കാഴ്ചകൾ. കുട്ടികളെ വാങ്ങിയിട്ടുള്ള കുറേ റിവാർഡ്സും അതുപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഷൂട്ട് ചെയ്തെടുത്തു. കുറേ നേരം സംസാരിച്ചു, നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അപ്പം ഹസ്ബൻഡ് സൗദിയിൽ നിന്ന് വന്നിട്ട് എല്ലാവരും കൂടെ വരാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു. നേരെ പോയത് ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ അവർ ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ള സമയമാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് കുറേ നല്ല ഭംഗിയുള്ള സീനറീസ് ഉണ്ട്. കുറേയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തെടുത്തു, കുറേ ഫോട്ടോസായിട്ടും എടുത്തു. അങ്ങനെ റിഷാദ്ക്കാടെ വീട്ടിലെത്തി. ചേട്ടൻ്റെ ചങ്ക് ഫ്രണ്ടാണ്. അപ്പോൾ അവരുടെ ഉമ്മയും വൈഫും പിന്നെ 2 മക്കളുമാണുള്ളത് അവിടെ. നല്ല സുന്ദരി കുട്ടികൾ 2 പേരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഞാൻ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ ഗേറ്റ് അടച്ചു. അങ്ങനെ ട്രെയിനൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയി. ഞങ്ങളുടെ കുറേ വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ശശിവേട്ടൻ്റെ. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് അവരുടെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു. ഇത്തവണത്തെ തിരുവോണം വളരെ സ്പെഷ്യലായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.